നമസ്കാരം. ഷാനവാസും ആദില നൂറൈൻ ടീമും ഇന്നിരുന്ന് സംസാരിക്കുന്ന ഒരു സീനിലെ സബ്ജക്റ്റ് ആണത്. ഷാനവാസ് ഇന്നലെ രാത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ബിഗ് ബോസിൽ നിന്ന് ഔട്ടായ ബിൻസിയും അപ്പാനി ശരത്തും തമ്മിലുള്ള ആ ഒരു കാര്യം. അവർ തമ്മിൽ ഒന്നുമില്ല എന്നത് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ബിൻസി ഔട്ടാവാൻ കാരണമായത് അത് അപ്പാനിയുമായിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ അവർ കാണിച്ച പ്രകടനങ്ങളാണ് എന്നത് ഒരു തുറുപ്പ് ചീട്ട് പോലെ ഷാനവാസ് കൊണ്ട് നടക്കുന്നുണ്ട്. ഇന്നലെ ചുമ്മാതൊന്ന് ആ വിഷയം എടുത്തു പറഞ്ഞ് അപ്പാനിയെ കുറെ പേടിപ്പിക്കുകയും ചെയ്തു. ശരത്ത് അത് കണ്ട് പേടിച്ചു വിറച്ച് നടക്കുന്നുണ്ട്. ഈ കാര്യം അക്ബറും അപ്പാനിയും ഷാനവാസിനെതിരെ അവിടെ ഒരു കാർഡാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഷാനവാസിക്ക അനാവശ്യം പറയുന്നുണ്ട്, ഷാനവാസിക്ക ഇപ്പോൾ അത് വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ. ഈ ശരത്തിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയോ എന്നൊക്കെ ശരത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അക്ബറും ഈ കാര്യവും അപ്പാനിക്കൊപ്പം നിന്നുകൊണ്ട് ആതിരയോടും നോറയോടും പിന്നെ ബാക്കിയുള്ളവരുടെ സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന ഗ്രൂപ്പിസമാണ് ഷാനവാസിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഷാനവാസിക്ക ആദിലെ അടുത്ത് നൂറെ എടുത്തും തുടക്കം മുതലുള്ള ഒരു ഗ്രൂപ്പിസത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അതാണ് സീൻ. നൂറ എടുത്തെടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ എന്ത് സ്ട്രാറ്റജിയും കളിക്കാം, എന്ത് ഗെയിമും കളിക്കാം, പക്ഷേ ഫാമിലിയെ ഉൾപ്പെടുത്തണോ പുറത്ത് നമ്മുടെ ഫാമിലിയെ അത് ബാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ ഷാനവാസ് ന്യായീകരിക്കുന്ന കുറെ വാക്കുകളുണ്ട്. അതായത് ഞാൻ അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല, എനിക്കെതിരെ അവർ കളിക്കുന്നു, അപ്പൊ അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ, അങ്ങനെയാണ് ഷാനവാസ് പറയുന്നത്. അവർ എനിക്കെതിരെ കളിക്കുമ്പോൾ ഞാൻ എന്ത് പൊട്ടനാണോ എന്നൊക്കെ മാറി നിൽക്കാൻ എന്നൊക്കെയാണ് ഷാനവാസ് പിന്നെ ആവർത്തിച്ച് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ബിൻസി ഔട്ടായത് എന്തുകൊണ്ടാണ്? ബിൻസി വോട്ട് കുറഞ്ഞതുകൊണ്ട് ഔട്ടായി. എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ബിൻസിക്ക് വോട്ട് കൊടുക്കാഞ്ഞത്? അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ റീസൺ ഇതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ഷാനവാസിക്ക് ബിഗ് ബോസ് ഹൗസിനകത്തിരുന്ന് ശരത്തിനെതിരെയുള്ള ഒരു അമ്പ് പോലെ ഈ വിഷയം എടുത്തു വെച്ചിട്ടുണ്ട്. ശരത്തിനെതിരെ എടുത്ത് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്ന് കൂടി ഷാനവാസിക്ക പറയുന്നുണ്ട്. അക്ബറും അപ്പാനിയും തുടക്കം തൊട്ട് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് കളിച്ചതിനെ പറ്റി ഷാനവാസ് അവിടെ എടുത്തു പറയുന്നത്. ഉറപ്പായിട്ടും ടാർഗറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. ഉറപ്പായിട്ടും ടാർഗറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. ഒരു സംശയമൊന്നുമില്ല. കാരണം ഷാനവാസ് അനിമോൾക്കെതിരെ അന്നൊരു തമാശ പറഞ്ഞ് അനിമോളെ കരയിപ്പിച്ച ആ ഒരു ഇൻസിഡന്റിൽ തന്നെ അപ്പാനിയും അക്ബറും ഒന്നിച്ചു നിന്ന് കൂട്ടുകൂടി അവസാനം ഷാനവാസിനെതിരെ തിരിഞ്ഞു. അവിടെ തൊട്ടുള്ള ഓരോ കാര്യങ്ങളും ഷാനവാസ് നൂറയെടുത്തും ആദിലയെടുത്തും ഒക്കെ എണ്ണി പറയുന്നുണ്ട്. അപ്പം ആദിലയും നൂറയും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഈ പറയുന്ന ഈ കാര്യങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്തൂടെ, ഈ പറയുന്ന ഗ്രൂപ്പിസവും അതും ഒന്ന് കോംപ്രമൈസ് ചെയ്തൂടെ എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസക്ക് അതൊന്നും കോംപ്രമൈസ് ആവുന്നില്ല. എന്തായാലും ഇനി അങ്ങോട്ട് ഇവർ ഒന്നിച്ചു പോകത്തില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ അപ്പാനിയും അക്ബറും ഷാനവാസിനെതിരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് ശരത്ത് ഷാനവാസിനോട് നിങ്ങൾ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷാനവാസ് അപ്പോൾ എല്ലാം ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. ബട്ട് ഇനി അങ്ങോട്ട് വഴക്കിടാൻ അപ്പാനി ഷാനവാസിന്റെ പുറകെ പോകില്ല എന്ന് അപ്പാനി തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാക്കി വഴിയെ അറിയാം. ഓക്കെ, താങ്ക് യു.